അമ്മ വീട് തടിയൂർ മണലൂര്. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 40 വർഷത്തോളമായി. അച്ഛൻ മരിച്ചിട്ടും ഒരു 45 വർഷങ്ങളായി. ഇവിടെ മടത്തിഞ്ചാലിലാണ് ഞങ്ങളുടെ വീട്. മടത്തിഞ്ചാൽ, പെരുമ്പട്ടി മടത്തിഞ്ചാൽ. ഞങ്ങളുടെ കുടുംബം വാസ്തവത്തിൽ മല്ലപ്പള്ളി തുണ്ടിയംകുളം. എൻ്റെ ഫാദറിൻ്റെ കുടുംബം മല്ലപ്പള്ളി തുണ്ടിയംകുളം. എനിക്ക് തോന്നുന്നു സെന്നിയുടെ വീടും മല്ലപ്പള്ളി തന്നെ. അത് മുതൽ എനിക്ക് സെന്നിയുടെ ഉപ്പാപ്പനെ അറിയാം, സേവിച്ചാനെ അറിയാം. പിന്നെ ഇവിടെ ഞങ്ങൾ തുണ്ടിയംകുളത്തു നിന്ന് വന്ന് അടുത്ത തലമുറ 6ാം തലമുറയായി കഴിഞ്ഞു. മറ്റേ എന്നാ വേറെ കാര്യങ്ങൾ അപ്പച്ചൻ്റെ പേരുകളൊക്കെ വല്യപ്പന്മാരെ ഓർമ്മയുണ്ടെങ്കിൽ വല്യപ്പച്ചൻ ഔസേപ്പ് എന്നാണ് വല്യപ്പച്ചൻ്റെ പേര്. പുന്നവേലിലാണ് അമ്മ വല്യമ്മച്ചിയുടെ വീട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന വീട്ടുപേര് തന്നെയാണ്. കൈപ്പുരയടുത്ത് മല്ലപ്പള്ളിയിലും കൈപ്പുരയിടം ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ വല്യപ്പന്മാർ വന്ന് 6ാം തലമുറയായി കഴിഞ്ഞു. ഇത് കുടുംബസ്വത്തായിട്ട് കിട്ടിയ ഭൂമിയാണ്. അല്ല, അപ്പച്ചൻ ഇവിടെ അടുത്ത് ആയിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് വീതം കിട്ടിയതാണ്. ഞങ്ങൾ 3 ജ്യേഷ്ഠന്മാർക്ക് ഇവിടെ എൻ്റെ അപ്പൻ്റെ സ്വത്ത് തന്നെ കിട്ടി. അവിടെയും പകുതിയുണ്ട്. കുടുംബവീതം അപ്പുറത്തുണ്ട്. വിദ്യാഭ്യാസം ഇവിടെ തന്നെ ആയിരുന്നു. ഞാൻ ഗ്രാജുവേഷനും B.Ed ഒക്കെ കഴിഞ്ഞതാണ്. കുറച്ച് നാൾ നാഗാലാൻഡ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ജോലി ചെയ്തു. തിരിച്ചു വന്ന് ഇവിടെ നമ്മുടെ CMS ഹൈസ്കൂൾ മല്ലപ്പള്ളിയിൽ നിന്ന് റിട്ടയർഡായി. കോളേജ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പള്ളത്ത് ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മേരുകുട്ടിയും CMS ഹൈസ്കൂൾ മല്ലപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ രണ്ടും കണക്കധ്യാപകരായിട്ട് റിട്ടയർഡായതാണ്. നാഗാലാൻഡിൽ ഏകദേശം 10 വർഷം ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നു. അത് കളഞ്ഞേച്ച് റിസൈൻ ചെയ്തു പോകുന്നതാണ്. അയ്യോ, ഇവിടുന്ന് 5 ദിവസം ട്രെയിനിൽ പോവുക. അവിടുന്ന് പിന്നെ ബസ്സിനങ്ങ് പോകും. ഇങ്ങോട്ടൊക്കെ ദുർഘടമായ നാഗാലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ദുർഘടം. പിന്നെ ഞങ്ങൾ അവസാനമൊക്കെ വന്നപ്പോഴത്തേക്കും നാഗാലാൻഡ് മുതൽ കൽക്കട്ട വരെ ഫ്ലൈറ്റ്, മദ്രാസ് വരെ ഫ്ലൈറ്റ് ഒക്കെ അവസാനമായി. പക്ഷേ ട്രെയിൻ പോകുന്നത് വലിയ ദുരിതമായിരുന്നു. പിന്നെ എല്ലാം കൂടെ ആദ്യകാലത്തുള്ള ട്രെയിനല്ലേ ഇവിടെ മീറ്റർ ഗേജ്. അതാ വേറെ ഇത് മീറ്റർ ഗേജ്. അത് തന്നെ കരിവണ്ടി മദ്രാസ് വഴിയാണ് പോകുന്നത്. കൽക്കട്ട വഴി ചിലപ്പം അവിടെയൊക്കെ താമസിച്ച് സുഖമായിട്ട് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് ലോഡ്ജിലൊക്കെ താമസിച്ചൊക്കെ പോകും. നാഗാലാൻഡ് ആ കാലങ്ങളിൽ വാസ്തവത്തിൽ ഉണ്ടായിരുന്നത് എല്ലാം ബോംബെക്ക് പോകുന്ന ഏർപ്പാടാണ്. ആ കാലങ്ങളാണ് ബോംബെക്ക് പോകുന്ന ഏർപ്പാടുകളാണ്. ആ സമയത്ത് തന്നെ നാഗാലാൻഡിൽ എൻ്റെ അളിയൻ നാഗാലാൻഡിൽ മൂത്ത പെങ്ങളുടെ ഭർത്താവ് നാഗാലാൻഡ്. അതാ കാരണം ഞാൻ അവിടെ പോയത്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് കേരളത്തിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നാഗാലാൻഡിൽ പോയതാണ്. അവിടെ ചെന്നുകൊണ്ട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. അവിടെ 4 ഫിഗർ സാലറി നമുക്ക് കിട്ടി. ഇവിടെ വന്നപ്പം ആകെ കൂടി ഒരു 400 രൂപയാണ് ആദ്യത്തെ ശമ്പളം ഇവിടെ ഹൈസ്കൂളിൽ. ഇപ്പം 40,000 രൂപ നമ്മൾ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അതായിട്ട് വ്യത്യാസം. ആ കാലത്തെ ആരെങ്കിലും ഫ്രണ്ട്സ് വല്ല ഇന്നും നാഗാലാൻഡിലുള്ളതായിട്ട് ഓർമ്മയുണ്ടോ? കോണ്ടാക്ട് നാഗാലാൻഡിൽ ഇല്ല. നാഗാലാൻഡിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സുമായിട്ട് ഇപ്പം ഇവിടെ വെച്ച് സൗഹൃദമുണ്ട്. അത്രേ ഉള്ളൂ. ഉണ്ട്. 3 പേരുടെ ഒരു ഗ്രൂപ്പ്, എൻ്റെ കൂടെ താമസിച്ച 3 പേരുടെ ഗ്രൂപ്പേ ഉള്ളൂ. അല്ല ബാക്കി എല്ലാം തീർന്നു. എത്ര വർഷം മുൻപായി പറയുന്നത്? 76 കൂടി തിരിച്ചു പോകുന്നു. പിന്നെ ഞാൻ വാസ്തവത്തിൽ മിലിറ്ററിക്കാരവര്, ഞാൻ സിവിലാണല്ലോ. എനിക്ക് മെസ്സേജ് വരികയായിരുന്നു അളിയൻ മരിച്ചു എന്നുള്ളത്. അതും സെറിബ്രൽ മലേറിയ ആയിട്ട് പുള്ളി മരിച്ച പെട്ടെന്ന്. അപ്പോൾ എനിക്ക് ചെന്ന് ബോഡി കാണാനായിട്ടുള്ള അസൗകര്യം, ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ശവസംസ്കാരം കഴിഞ്ഞു. അവർ കല്ലറ പണിതിട്ടുണ്ട്. ഞാൻ കല്ലറയും കണ്ടേച്ച്
2 പൂവും വെച്ചിട്ട് ഞാൻ തിരിച്ചു പോരുകയായിരുന്നു. അത് ഭയങ്കര ആംബുഷൊന്നും അല്ലായിരുന്നല്ലേ? അല്ലല്ല, പുള്ളിക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ, അതും ആദ്യമേ സെറിബ്രൽ മലേറിയ ആയിട്ട് പുള്ളിയെ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ജോർഹാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ മഞ്ഞ് കാരണം തിരിച്ചു പോയി. പിന്നെ രണ്ടാമതും വന്നു, താമസിച്ചു പോയി. അതുകൊണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു. ആ കാലഘട്ടത്തിലെ ഇവിടെ നാടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ലെറ്റർ മാത്രം? അയ്യോ, ടെലഗ്രാം ഒന്നുമില്ല. ഇവിടുന്ന് ലെറ്റർ അയച്ചാൽ 2 ആഴ്ച കഴിയുമ്പോൾ അവിടെ കിട്ടും. ഫോൺ സൗകര്യം ഇല്ല. ഫോൺ സൗകര്യമൊക്കെ കോമൺ ആയത് ഇവിടെ 2000-ഓളം അടുത്ത 2000-ൽ. ഏഷ്യാഡൊക്കെ വന്നേ പിന്നെയാണ്. പിന്നെ ഞാനിപ്പോഴും ഒക്കെ ഉണ്ട്. 3 വർഷം ബുക്ക് ചെയ്ത ശേഷമായി ലാൻഡ് ലൈൻ കിട്ടിയത്. അത് 2000-ഓടെ അടുത്ത്. പിന്നെ നമുക്ക് ഈ മൊബൈൽ തന്നെ ഉണ്ടല്ലോ, ബുക്ക് ചെയ്തിട്ട് മൊബൈൽ സിം കിട്ടാനായിട്ട് തന്നെ 6 മാസം എടുത്തു. അയ്യോ, എന്തോ ഒരു ഇപ്പൊ ഓടിച്ചിട്ടില്ല. അയ്യോ, അങ്ങനെ ഒരു കാലം. എനിക്ക് തോന്നുന്നു ശനി, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഈ അമ്മയുടെ അനിയത്തിമാരുടെ വീടുകളിൽ പോയി താമസിക്കുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു. ഞാൻ അവധിക്കാലത്ത് ചെങ്ങന്നൂര്, കൂത്തറപ്പള്ളി, ഇവിടെ കാവുങ്കൽ കുഞ്ഞിൻ്റെ അവിടെയും ഒരു ദിവസമൊക്കെ പോയി താമസിക്കും. അതിൽ കൂടുതൽ നിങ്ങളുടെ അവിടെ വന്ന് താമസിക്കും, കൂത്തറപ്പള്ളി വന്ന് താമസിക്കണം. പിന്നെ അത് തന്നെയല്ല, അതൊരു പ്രത്യേകത. ആശാട്ടിയല്ലായിരുന്നു. അവധി ദിവസം നമ്മളെ കൊണ്ട് പറ്റുള്ളല്ലോ. അതൊക്കെ വലിയൊരു ഓർമ്മയാണ്. ആ കാലത്ത് കൂത്തറപ്പള്ളിക്ക് വരുന്നത് എങ്ങനെയാ? ഈ മലപ്പള്ളി വരെ ബസ് പിടിച്ച് അങ്ങനെ ബസ് പിടിച്ച്? ബസ്സിനുള്ള വരവേ ഉള്ളൂ. ഞാൻ എന്നാൽ ആദ്യ കാലങ്ങളിൽ എനിക്കൊരു സൈക്കിൾ വാങ്ങാൻ സൗകര്യമുള്ളപ്പോൾ ഞാനൊരു ബൈക്ക് വാങ്ങും. 76, 78, 80-ന് മുൻപ് ഒരു ബൈക്ക് വാങ്ങി. ആ ബൈക്ക് പോയിട്ട് ഒരു ബൈക്ക് വാങ്ങിക്കാൻ സൗകര്യം വന്നപ്പോൾ ഞാനൊരു കാറ് വാങ്ങി. 2000 കാറ് വാങ്ങി. ഇപ്പം 3-4 കാറ് മാറിക്കഴിഞ്ഞു. അല്ല, കാലത്തിന്റെ വ്യത്യാസമാണ്. അച്ഛൻ പല സ്കൂളുകളിൽ പഠിപ്പിച്ചു, പള്ളം, മല്ലപ്പള്ളി, പല ഏരിയയിൽ. പള്ളം കോളേജ് സ്കൂൾ, കോട്ടയം, മല്ലപ്പള്ളി 3. പിന്നെ മേലുകാവ് ബൈഫർക്കേഷന് മുൻപ്. ബൈഫർക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മധ്യ കേരള, മറ്റേ ഈസ്റ്റ് കേരള. അതിനു മുമ്പ് മേലുകുട്ടിയും പഠിപ്പിച്ചത്. ഞങ്ങൾ 2 പേരും. ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ബേസിക്കലി പഠിപ്പിക്കാനുമായിട്ടൊക്കെ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ട പള്ളമാണ്. അല്ല, നേരെ തിരിച്ചാ. പഠിപ്പിക്കാൻ ഏറ്റവും മെച്ചം കോളേജ് സ്കൂളാണ്. നല്ല പിൻട്ര ഓഫ് സൈലൻസ്, എല്ലാം ഓർഡറാണ്. രാവിലത്തെ നമ്മുടെ അസംബ്ലി ഒക്കെ ഉണ്ടല്ലോ, ലൈനായിട്ട് ഓരോ ക്ലാസ്സിനും കൊടുത്ത് ഈ ഉറുമ്പ് വരുന്ന പോലെ സൈലൻ്റായിട്ട് വന്ന് കയറിയിരിക്കും. വാസ്തവത്തിൽ പഠിപ്പിക്കുകയൊക്കെ ആ രീതിയിൽ. പക്ഷെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സുഖം പള്ളവാണ്. അവിടുത്തെ പിന്നെ അതാ ഞാൻ പറഞ്ഞേ. പള്ളത്തൂടെ നിങ്ങളും കടന്നു പോകുമല്ലോ. അവിടെ അല്ലയോ പഠിച്ച പോളി? നാട്ടകത്ത്. അന്നേരം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അയ്യോ, ഭയങ്കര കാലഘട്ടം. ഞാൻ ഗ്രാജുവേഷൻ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്, പ്രീ ഡിഗ്രി അവിടെ തന്നെ. അങ്ങനെ വന്നത്. എനിക്ക് മറ്റുള്ളടത്ത് മാസ്റ്റേഴ്സ് കഴിഞ്ഞില്ല, ഞാൻ BEd കഴിഞ്ഞതേ. BEd വാസ്തവത്തിൽ ഞാൻ ഇവിടുന്ന് നാഗാലാൻഡിലോട്ട് ചെന്നുണ്ടെങ്കിൽ അവിടെ BEd കിട്ടി. ഗവൺമെന്റ് ചെലവിൽ BEd പഠിച്ചു. നമ്മളെ ഡെപ്യൂട്ടേഷൻ വിത്ത് ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ശമ്പളം ഉൾപ്പെടെ എനിക്ക് BEdന് കിട്ടിയ കൂട്ടത്തിൽ. ഒന്നും വേണ്ട. ആയിരുന്നു. ഇവിടെ നിന്നാല് ഉള്ള ആപ്ലിക്കേഷൻ അയച്ച് ഇവിടെ കേരളത്തിൽ എന്നാ കിട്ടാനാ? ആകെ കൂടി ഇവിടെ കുറച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ ഉണ്ട്. പെൻഷനിൽ കൂടുതലും അധ്യാപകരാ. അല്ല, എവിടെ ജോലി കിട്ടാൻ ഇപ്പോഴാ കാണുന്നിടത്ത്. ഇപ്പൊ എല്ലാം വർക്ക് അറ്റ് ഹോം അല്ലയോ പിള്ളേരെല്ലാം. നമ്മുടെ വല്യമ്മച്ചിയെ പറ്റി എന്താ ഓർമ്മയുള്ളത്? മണലൂരെ അമ്മച്ചിയെ വാസ്തവത്തിൽ ഞാനിവിടെ ചെറുപ്പത്തിൽ നിലത്തെഴുത്തി പോയി ഇരിക്കുകയില്ല. ഇവനെ ഞാൻ ശരിയാക്കുമെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി അവിടെ നിലത്തെഴുത്തി. ഞാൻ അവിടെ പഠിച്ച പകുതി മനസ്സിലായി. നിന്നെ കൊണ്ട് ഞാൻ ചാണകം ഭരിക്കുമെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. ഭയങ്കര സ്ട്രിക്റ്റ്. ഞാൻ പിടിച്ചിട്ട് നമ്മുടെ ചെറുപ്പത്തിന്റെ വിഷയം. അതുകൊണ്ട് അവിടെ തുടങ്ങിയത്. അതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ LP, UP, ഹൈസ്കൂള് അതെല്ലാം പിന്നെ പഠിച്ചത്. അമ്മച്ചിയെ കുറിച്ച് എനിക്ക് നല്ല അപ്പച്ചൻ മരിച്ചു കിടക്കുന്ന ഓർമ്മയുണ്ട്. ഇല്ലില്ല, കഴിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ നല്ല
ഓർമ്മയുണ്ട്. അമ്മച്ചിയെ നല്ലപോലെ ഓർക്കാം. അമ്മച്ചി വേറെ കാര്യം, അവിടെ തടിയൂർ ചെന്ന് കഴിഞ്ഞ് ഇഷ്ടംപോലെ മാങ്ങ. അന്നത്തെ കാലത്ത് ഈ അമ്മച്ചി ഉണ്ടല്ലോ, ഈ കാന്താരി വെജിറ്റബിൾസ് മുഴുവൻ, വീട്ടിലെ വെജിറ്റബിൾസ് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. എല്ലാവരും അങ്ങനെ. ഏതാ വീട്ടുകാർ മുഴുവൻ ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് ഈ പറയുന്ന പോലെ ഉണക്കമീനും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരുന്ന കൂട്ടത്തില്. ഉണ്ണിച്ചായനെ പറ്റും വലിയച്ചായനെ പറ്റുള്ള എല്ലാം ഉണ്ണിച്ചായൻ വാസത്തിൽ ചെന്നാൽ അവിടുത്തെ അമ്മായി 2 മുട്ട പുഴുങ്ങി തരും. ചെല്ലുന്നവർക്ക് ഓർമ്മയുണ്ടോ? 2 മുട്ട പുഴുങ്ങി തരും. കാരണം അന്ന് കാലത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. അവരുടെ വീട് മാത്രമേ അടുക്കളക്ക് വേറെ കിട്ടും. കറക്റ്റാ. അതൊരു വലിയ സംഭവം. ഉണ്ണിച്ചായനെ നല്ല, പിന്നെ അതെല്ലാം തയ്യലും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വെള്ളിച്ചായനെ കുറിച്ച് നല്ല ഓർമ്മ. വെള്ളിച്ചായൻ വാസ്തവത്തിൽ വലിയ കരുതലൊക്കെ ഉണ്ട്. അമ്മായി അതിലും ഭയങ്കര സാധനം നമ്മളെ സൂചിപ്പിച്ചു വിടുകയുള്ളൂ. വല്യമ്മായി നമ്മളെ സൂചിപ്പിച്ചു വിടുകയുള്ളൂ. ചായ പോലും നിവൃത്തിയുണ്ട് കിട്ടുകയില്ല. എന്നാൽ പൊടിച്ചായൻ്റെ അവിടെ ചെന്നാൽ അമ്മായി റാഷാണേലും ഉണ്ടല്ലോ. 2ാമത്തെ അമ്മായി, എനിക്ക് ആദ്യത്തെ അമ്മായിയെ നല്ല ഓർമ്മയാണ്. എനിക്കൊന്നും കാണുകയില്ല. 2ാമത്തെ അമ്മായി ടീച്ചറായിട്ടുണ്ട്. പുള്ളിക്കാരത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടാകും. പക്ഷെ നമ്മളെ അവിടുന്ന് കഴിപ്പിച്ച് വേണമെങ്കിൽ 2 ദിവസം താമസിപ്പിച്ചേ പോകും. എനിക്ക് അമ്മായിയെ കുറിച്ച് ഭയങ്കര നല്ല സ്നേഹം. പൊടിച്ചാൻ അവസാനം ഒരു വലിയ പ്രയാസമായിട്ട് പെട്ടെന്ന് അസുഖത്തിലേക്ക് പുള്ളി അറിയാതെ തന്നെ ഞാൻ വീണ് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. ഞാൻ കറിച്ചാലില് ആരോ പറഞ്ഞു പൊടിച്ചാൻ കറിച്ചാലുണ്ടെന്ന്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അമേഴ്സിലെ. എനിക്ക് പക്ഷെ ഫസ്റ്റ് ഫ്ലോർ ഓർമ്മയുണ്ടോ? എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കയറാൻ വയ്യ. അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് ഫ്ലോറിൽ കയറാൻ വയ്യായിരുന്നു. ഞാൻ താഴെ ഇരുന്ന് ഷൈനി പോയി കണ്ടു. അയ്യോ എനിക്ക് സെന്നിയെ കാണണമായിരുന്നു, താഴോട്ടും വരാൻ പറ്റത്തില്ല. ഒരു ലാസ്റ്റ് സ്റ്റേജ് പോലൊക്കെ ആയിരുന്നു. ഓർമ്മയുണ്ടായിരുന്നു, കാണാൻ പറ്റില്ല. ഒട്ടും കയറാൻ വയ്യ. എനിക്ക് കയറാൻ പറ്റില്ല. ആ കാലഘട്ടങ്ങൾ അങ്ങനെ പിള്ളേരെല്ലാം ഇളയവനുണ്ട്. ഇളയവനെ വല്ലപ്പോഴും ഞാൻ ഒരു സമയത്ത് തടിയൂരിലായിരുന്നു മാർക്കറ്റിക്ക്. അന്ന് മിക്കവാറും അവനെ കാണുമായിരുന്നു. ഇപ്പം അങ്ങോട്ട് അധികം പോകാറില്ല. എന്നാലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകും. വിളിക്കുന്നതിന് മുമ്പ് കല്യാണത്തെ പറ്റി ഒന്ന് പറയാമോ? എവിടുന്ന് കല്യാണം കഴിച്ച്? ഞാൻ നിങ്ങൾ അറിയപ്പെടുന്ന പനവേലിൽ, മല്ലപ്പള്ളി പനവേലിൽ PO വർഗീസ് അച്ഛൻ്റെ മകളെ, മൂത്ത മകളെ, പിന്നെ അല്ല വാസ്തവത്തിൽ പഴയ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പരിപാടി നടത്തുക മക്കൾ മതി, ഇഷ്ടം പോലുണ്ട് എന്ന് പറഞ്ഞാൽ PO വർഗീസ് അച്ഛന് 9 മക്കൾ, ഏറ്റവും മൂത്തതായത്. 9 മക്കളിൽ 6 പെണ്ണും 3 ആണുമാണ്. ഇപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ നിറഞ്ഞു. അതുകൊണ്ട് മേരിക്കുട്ടി അന്ന് B.Ed കഴിഞ്ഞതായിരുന്നു. ഞങ്ങൾ നാഗാലാൻഡിലായിരുന്നു. കല്യാണം കഴിഞ്ഞു. മേരിക്കുട്ടി ഒരു 1 വർഷത്തേക്ക് അവിടെ വന്നു. തിരിച്ചിങ്ങി പോന്നു. ഞാനും റിസൈൻ ചെയ്ത് ഇങ്ങി പോന്നു. ഇവിടെ CMS ഹൈസ്കൂളിൽ മേരിക്കുട്ടി ആദ്യം കയറി. നേരത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞതായിരുന്നുകൊണ്ട് ഇവിടെ കിട്ടി. റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാനും ഇങ്ങനെ പോരാമെന്ന് വിചാരിച്ചു. പോരാം. പക്ഷേ ഞാൻ ആ ഇടവേളയ്ക്കൊരു പണി ചെയ്തു. നമുക്കൊരു വിദ്യാവിത്തുണ്ട്, ബിഷപ്പ് മോർ വിദ്യാവിത്ത്, മാവേലിക്കര. അതിലെ ആദ്യത്തെ മെയിൽ അധ്യാപകനാണ് ഞാൻ. മെയിൽ അധ്യാപകൻ അല്ലല്ല, അന്ന് ലേഡി ടീച്ചേഴ്സ് അവിടെ ഉള്ളൂ. ഞാൻ മാത്രം ആദ്യമായിട്ട് നാഗാലാൻഡിൽ നിന്നൊക്കെ വന്നില്ല. മാത്തമാറ്റിക്സ് അന്നെടുക്കായിരുന്നു ഹൈസ്കൂളിൽ. ബിഷപ്പ് വിദ്യാവിത്ത് എന്നും പറഞ്ഞൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി ആ സമയത്ത്. അതുകൊണ്ട് അതിൽ ആയിരുന്നപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ CMS ഹൈസ്കൂളിലേക്ക് കിട്ടി. അങ്ങനെ CMS സ്കൂളിലോട്ട്. അതുകൊണ്ട് അതൊരു നല്ല എനിക്ക് പ്രത്യേകം SLCക്കൊക്കെ ഞാൻ തന്നെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്, ക്വസ്റ്റ്യൻ പേപ്പർ വാസ്തവത്തിലുണ്ടല്ലോ, പല ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഏതാണ്ട് ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അതുകൊണ്ട് പിള്ളേരെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനായിട്ട് എല്ലാ വർഷവും നോക്കിക്കോ, ഏതാണ്ട് ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻ്റെ മറ്റേതൊക്കെ മാറ്റമുള്ളൂ. അതുകൊണ്ടൊക്കെ
അമ്മാമ്മ പറഞ്ഞോ അമ്മാമ്മ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു അമ്മമ്മയുടെ പേര് പറഞ്ഞിട്ട് അമ്മമ്മയുടെ സ്കൂൾ ജീവിതം ഒഫീഷ്യൽ പേര് PV മറിയാമ്മ. എൻ്റെ